വീട്ടിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് 10 മണിയാകുമ്പോൾ കഴിയുന്നത് കൊണ്ട് തന്നെ പിന്നീടുള്ള സമയം ഫുള്ള് ഫ്രീ ആയിരിക്കും. ആ ഒരു ടൈമിലായിരിക്കും ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതും. ഒപ്പം തന്നെ വല്ല വീഡിയോസ് എടുക്കാനുണ്ടെങ്കിൽ അതെടുക്കും. സ്വാഭാവികമായിട്ടും വീഡിയോസ് എടുത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ മുറി കുളവാക്കിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവല്ലോ. വർക്കിംഗ് സ്പേസും എൻ്റെ റൂമും എല്ലാം ക്ലീൻ ചെയ്തിട്ട് സ്കിൻ കെയറും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ താഴോട്ട് വരാറുള്ളത്. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ കട്ടൻ കുടിക്കാൻ തോന്നുന്നത് പതിവായതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നേരെ പോയി ഒരു കട്ടൻ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കട്ടൻ ചായക്കകത്ത് മസ്റ്റാണ് ഏലക്ക എന്ന് പറയുന്നത്. ചില സമയത്ത് എൻ്റെ മൂഡ് സ്വിങ്സ് മാറ്റാനും ചില സമയത്ത് എൻ്റെ തലവേദന മാറ്റാൻ വരെ ഈ കട്ടൻ ചായയോ കോഫിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ സെയിം റുട്ടീൻ തന്നെ ആയിരിക്കത്തില്ല എല്ലാ ദിവസവും, പല ദിവസവും പല രീതിയിലായിരിക്കും. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ വ്ളോഗ് ഒരു ഈവനിങ്ങിന് ശേഷമുള്ള വ്ളോഗാണ്. ഏകദേശം ഒരു 5 മണിക്ക് ശേഷമുള്ള പരിപാടികൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉമ്മാക്ക് BP കൂടുതലുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. BP ചെക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കൂടി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നോർമൽ. എൻ്റെ അനിയൻ വന്നപ്പോഴത്തേക്ക് ഒരു ഷവർമ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമുക്കൊരു പെർഫ്യൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് നോക്കിയിട്ട് പിന്നെ സ്കിൻ കെയറോടെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഉള്ളൂ. ബാക്കി നാളെ ഇൻഷാ അല്ലാ.